ഇന്നലെയും ശശി തരൂർ ചില ഇന്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശരിയില്ലായകയില്ല. തമിഴ്നാട് എടുത്ത് ഇന്ത്യ മുന്നണി ഒന്ന് എടുത്തു നോക്കൂ, അത് മക്കൾ രാഷ്ട്രീയമാണ് മുഴുവൻ എടുത്താൽ. ശരിയല്ലേ? തമിഴ്നാട് എടുത്തു നോക്കൂ, സ്റ്റാലിൻ, കരുണാനിധി സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ, മക്കൾ രാഷ്ട്രീയം. ബീഹാർ എടുത്തു നോക്കൂ, തേജസ്വി യാദവ്, ലാലു പ്രസാദ് യാദവ്, അങ്ങനെ പോകുന്നു. അപ്പുറത്ത് യു പി എടുത്തു നോക്കൂ, പിന്നെ അഖിൽ യാദവ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു യാദവ്. അപ്പോൾ ഏത് സ്റ്റേറ്റ് എടുത്താലും, പിന്നെ ബംഗാളിൽ മാത്രമാണ് മമതാ ബാനർജി ഒരു വ്യത്യസ്തമായി നിൽക്കുന്നത്. ബാക്കി ഏത് സ്റ്റേറ്റ്, പിന്നെ കേരളവും, മറ്റേത് സ്റ്റേറ്റ് എടുത്താലും, മഹാപുരുഷ സ്റ്റേറ്റ് എടുത്താലും കൂടുതലും മക്കൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. അത് ഇന്ത്യൻ ജനത ആ സ്റ്റേറ്റിലേക്ക് അവർ അത് അംഗീകരിക്കുന്നു, പക്ഷേ രാജ്യത്തേക്കൊന്നും അവർ അത് വലിയ രൂപത്തിൽ അംഗീകരിക്കുന്നില്ല. ഇവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വരാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ രാഷ്ട്രീയ രംഗത്തും പിന്നെ മറ്റ് വിവിധ വിഷയങ്ങളിൽ, ശബരിമല വിഷയങ്ങളിലായാലും പറയുന്നതിൽ കുറെ അധികം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ ഒരു പ്രഡിക്ഷൻ, അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആവൂല്ല എന്നുള്ള ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. BJPയുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ശശി തരൂർ ആയിരിക്കും. ഈ ശ്രീധരനെ നിലനിർത്തി അല്ലെങ്കിൽ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി ആഫീസ് വരെ തുറന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ശ്രീധരൻ അവിടെ വലിയ പ്രചരണം നടത്തി. ഈ ശ്രീധരൻ മുഖ്യമന്ത്രി ആവാൻ പോകുന്നില്ല, തോമസ് ജേക്കബും പിന്നെ അങ്ങനെ തുടങ്ങിയ വലിയ വലിയ നേതാക്കളെല്ലാം മന്ത്രിമാരാവുന്നു. അങ്ങനെ പിന്നെ അത് പിന്നെ എന്താണ് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാലക്കാടും ഒക്കെ തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഹൈപ്പ് ഉണ്ടാക്കി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഷാഫി പറമ്പിലാണ് ജയിച്ചത്. ഇപ്പോൾ ശശി തരൂരിനെ BJPയിലേക്ക് കൊണ്ടുപോയി മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താനാണ് രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിരിക്കുന്ന ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ ഒരു തരത്തിലും തള്ളിപ്പറയുകയോ മോശമായിട്ട് പറയുകയോ ചെയ്യുന്നില്ല. മാത്രമല്ല, ശശി തരൂരിന്റെ പ്രസ്താവനകളും ശശി തരൂരിന്റെ ബൈറ്റുകളുമൊക്കെ ഏറ്റവും കൂടുതൽ കറങ്ങുന്നതും കൊടുക്കുന്നതും സംഘപരിവാറിന്റെയും BJPയുടെയും ഫോൾഡറുകളിലാണ്. അങ്ങനെ വളരെ വലിയ രീതിയിൽ ഇത് ഓടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് എന്താണ് സംഭവിക്കുക, രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. കാരണം ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇനിയുണ്ട് എൻ്റെ ശിഷ്ടകാലം, രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. കോൺഗ്രസിനെ ഞാൻ നന്നാക്കിയെടുക്കാമെന്ന് വിചാരിച്ചാലൊന്നും ഞാൻ നടക്കുന്ന കാര്യമല്ല. അത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെയും വല്ലാത്ത രൂപത്തിലേക്കൊക്കെ ഉള്ള രീതിയിലേക്ക് കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. അത് മക്കൾ രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത്. നോക്കൂ, നിങ്ങൾ BJPയെ നോക്കൂ. ഞാൻ പറയുന്നതല്ല, ശശി തരൂർ പറയുന്നു. നോക്കൂ, അവർ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും എല്ലാ രാജ്യത്തിന്റെ, കർണാടകത്തിൽ നിന്നും കേരളത്തിൽ നിന്നും എല്ലായിടത്തു നിന്നും അവർക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ ജാതിയും മതവും ഒന്നും നോക്കാതെ അബ്ദുള്ള കുട്ടിയെ കൊണ്ടുവരുന്നു, ജോർജ് കുര്യനെ കൊണ്ടുവരുന്നു, ആൽഫോൺസ് കണ്ണന്താനത്തിനെ കൊണ്ടുവരുന്നു, തോമസ് ജേക്കബിനെ കൊണ്ടുവരുന്നു. അപ്പുറത്ത് നോക്കൂ, അവിടെ നിന്ന് ആസാമിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവരുന്നു. ഓരോ സ്ഥലത്തു നിന്നും പുതിയ പുതിയ ചെറുപ്പക്കാരെ സംഘപരിവാറും BJPയൊക്കെ കൊണ്ടുവരുന്നു. മുതിർന്ന നേതാക്കളെ, ഒരുപിടി മുതിർന്ന നേതാക്കളെ സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ സന്നാഹവുമായി BJP നീങ്ങുമ്പോൾ ഇപ്പുറത്ത് കുടുംബ രാഷ്ട്രീയവും മക്കൾ രാഷ്ട്രീയവും പറഞ്ഞ് നീങ്ങിയാൽ ഇന്ത്യയിൽ ഒന്നും ചെയ്യാനില്ല എന്നാണ് ശശി തരൂരിന്റെ വാദം. അങ്ങനെ വരുമ്പോൾ ശശി തരൂരിന് ഈ രാഷ്ട്രത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല. മന്ത്രിയാവുക എന്നുള്ളതൊക്കെ തീർച്ചയായും ഒരപ്പം ചോദിക്കുക, അധികാരമോഹമല്ലേ? അധികാരമോഹം എന്ന് മാത്രം പറയാൻ പറ്റില്ല നമുക്ക്. അധികാരമോഹത്തിനപ്പുറം തനിക്ക് തൻ്റെ കാലയളവിൽ തനിക്ക് എന്തെങ്കിലുമൊക്കെ പൊസിഷനുകളിൽ വന്നിട്ട് കൃത്യമായി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തോന്നൽ മനുഷ്യനുണ്ടാകുന്ന സഹജമല്ലേ? ആ മനുഷ്യ സഹജമായിട്ടുള്ള ചിന്തയാണ് ശശി തരൂരിനെ ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമൊന്നുമല്ല. ആ ചിന്തയെ നന്നായി മുതലാക്കുന്നതിൽ ഇപ്പൊ ഈ അപ്പുറത്ത് നിർത്തി ഇപ്പുറത്തേക്ക് പറയുന്നതിൽ, അപ്പുറത്ത് ആൾ നിൽക്കുമ്പോഴും ഇപ്പുറത്തേക്ക് വർത്തമാനം പറയിക്കുന്നതിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. JB നദ്ദയും ഒക്കെ വിജയിച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹം കൃത്യമായി ഇവിടെ നിൽക്കുകയും കോൺഗ്രസ് നിൽക്കുകയും അപ്പുറത്തുള്ളവർക്ക് വേണ്ടി, BJPക്കാർക്ക് വേണ്ടി വർത്തമാനം പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇങ്ങോട്ട് എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവന്നൊരു MLA ആയിട്ട് കൊണ്ടുവരാൻ കഴിയത്തില്ല. അവിടെയാണ് ഒരു പ്രതിസന്ധി, BJPയുടെ ഒരു പ്രതിസന്ധി. അപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് അടുത്ത 26-ലെ തെരഞ്ഞെടുപ്പിന്, 2-3 മാസമേ ഉള്ളൂ, 26-ലെ തെരഞ്ഞെടുപ്പിന് ശശി തരൂരിനെ തിരുവനന്തപുരം മണ്ഡലത്തിലോ നിയമമണ്ഡലത്തിലോ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ച് ശശി തരൂരാണ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു വലിയ പാനൽ, ശശി തരൂർ മുഖ്യമന്ത്രിയും രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ കുമ്മനം തുടങ്ങി ശോഭാ സുരേന്ദ്രൻ, വലിയ വലിയ ടീമുകളുണ്ട്. PK കൃഷ്ണദാസ്, MT രമേശ്, അങ്ങനെ വലിയ ടീമുകളുണ്ട് BJPക്ക്. S സുരേഷ് ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ശ്രീലേഖ IPS വൈസ് പ്രസിഡന്റ് ആണ്. അവർ തിരുവനന്തപുരത്ത് തോറ്റുപോയി എങ്ങാനും ചെയ്താലും, ഇനി ജയിച്ചാലും മേയറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറൊക്കെ ആയാലും അവരെ കൊണ്ടുവരാമല്ലോ. അപ്പൊ അങ്ങനെ വലിയൊരു ടീമിനെ കൊണ്ടുവന്നുകൊണ്ട് ശശി തരൂരിനെ മുന്നിൽ നിർത്തി
ശശി തരൂരിനെ കേരള മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്കാണ് നീങ്ങുന്നത്. അതിൽ ശശി തരൂർ മൗനാനുവാദം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് ശശി തരൂർ എന്ത് ചെയ്യുന്നത്, ഈ ബഹളമൊക്കെ കാണിക്കുന്നതും. ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടി പുറത്തു പോയാൽ അപ്പുറത്ത് കുറച്ചുകൂടി വലിയ സ്വീകരണമായിരിക്കും. പൊസിഷൻ അല്ലെങ്കിലും കിട്ടും, പക്ഷെ ജനങ്ങളുടെ ഒരു സ്വീകരണം കിട്ടണമല്ലോ. അപ്പുറത്ത് പുറത്താക്കിയ രക്തസാക്ഷി വന്നിരിക്കുന്നു എന്ന് പറയുന്ന ജനങ്ങളുടെ ഇടയിൽ, BJP സംഘപരിവാർ ആളുകളുടെ ഇടയിൽ കിട്ടുന്ന ഒരു ഹൈപ്പുണ്ടല്ലോ, അതിനും കൂടി നിൽക്കാനാണ് ശശി തരൂർ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. അത് കഴിഞ്ഞാൽ തീർച്ചയായും ശശി തരൂർ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്, അല്ലെങ്കിൽ വലിച്ചോണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ശശി തരൂർ ചെന്നാൽ അതൊരു വലിയ ഗുണവും ചെയ്യും. കാര്യം ശശി തരൂർ ഒരു രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ ശശി തരൂരിന് ഒരു ഇമേജ് ഉണ്ട്. ഇവിടെ കേരളത്തിലൊരു സ്പേസ് ഉണ്ട്. ശശി തരൂരിന് സ്പേസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. മീഡിയകളുടെ ഇടയിലായാലും യുവാക്കളുടെയും യുവതികളുടെ ഇടയിലൊക്കെ ആയാലും അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിലും ഒക്കെ ശശി തരൂരിന് ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ ഇന്റലക്ച്വൽസ് ഉള്ള ആളുകളുടെ ഇടയിൽ, എലൈറ്റ് ഗ്രൂപ്പിന്റെ ഇടയിൽ ഒക്കെ, സാധാരണക്കാരുടെ ഇടയിലും ഉണ്ട് ശശി. കാരണം നമ്മളിത് പറയാൻ കാരണം, കഴിഞ്ഞൊക്കെ തെരഞ്ഞെടുപ്പ്, രാജീവ് ചന്ദ്രശേഖരനുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പ്രദേശങ്ങളിൽ ഒന്ന് തീരദേശ പ്രദേശങ്ങളാണ്. അത് ക്രിസ്ത്യാനികളായതുകൊണ്ട് മാത്രമല്ല, ശശി തരൂരിനോടൊരു താല്പര്യം എല്ലാവർക്കും ഉണ്ട്, തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ചുണ്ട്. അതിൽ പലവട്ടം ജയിച്ചല്ലോ. അപ്പൊ ശശി തരൂരിനെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റാക്കി കേരള രാഷ്ട്രീയം പിടിക്കുക. അതാ ഒരുപക്ഷെ 26-ൽ പറ്റിയില്ലെങ്കിൽ 31-ൽ ഇത് പറ്റുമോ, അല്ലെങ്കിൽ 36-ലേക്ക്. പക്ഷെ 36-ലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ശശി തരൂരിന് 10 വർഷം വീണ്ടും പ്രായം കഴിയും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് പിന്നെ അതൊരു വലിയ വിഷയമാണല്ലോ. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ട്രാറ്റജി അനുസരിച്ച് 26-ൽ തന്നെ ശശി തരൂരിനെ മുന്നിൽ നിർത്തി ഒരു ക്യാമ്പയിൻ നടത്തിയാൽ രക്ഷപ്പെടും എന്നുള്ളതാണ് BJPക്ക് കിട്ടിയിരിക്കുന്ന രഹസ്യ റിപ്പോർട്ട്. അതൊരു പക്ഷേ വളരെ കൃത്യമായി കേരളത്തിൽ വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനനുഗുണമായ രീതിയിലാണ് നമ്മുടെ അപ്പുറത്ത് ചെന്നാലും അവിടെ ഹൈപ്പ് കിട്ടുന്ന ഒരു പൊസിഷൻ വേണമല്ലോ. എന്തായാലും പ്രധാനമന്ത്രി ആക്കാൻ പറ്റത്തില്ല, BJPയുടെ പ്രസിഡന്റ് ആക്കാം, അതൊന്നും പറ്റത്തില്ല. കേന്ദ്രമന്ത്രി വേണമെങ്കിൽ ആക്കാൻ പറ്റും, അത്രയാണ്. അതിനേക്കാൾ നല്ലത് കേരളത്തിൽ മുഖ്യമന്ത്രി ആകുക എന്നുള്ളത്. മാത്രമല്ല, കോൺഗ്രസ് വഴി കേരളത്തിൽ മുഖ്യമന്ത്രി ആകാൻ പറ്റുമോ എന്നറിയുന്നതിന് ഈ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി NSSനെ കാണാൻ പോയി, SNDPനെ കാണാൻ പോയി, കേരളത്തിൽ ഒരുപാട് യോഗങ്ങൾ നടത്തി, കണ്ണൂരും കാസർഗോഡൊക്കെ പോയി ഞെട്ടിക്കുന്ന യോഗങ്ങൾ നടത്തി. പക്ഷെ അങ്ങനെ യോഗങ്ങൾ നടത്തിയപ്പോഴും നടത്തി മുഖ്യമന്ത്രി കാൻഡിഡേറ്റിലേക്ക് ഉയർന്നു വന്നപ്പോഴാണ് പെട്ടെന്നൊരു എല്ലാ ഭാഗത്തുനിന്നും എതിർപ്പ് വന്നപ്പോൾ അദ്ദേഹം അതിനെ ഒന്ന് സൈലന്റ് ചെയ്ത്. പക്ഷെ ആ ഒരു ആഗ്രഹം ശശി തരൂരിന്റെ ഉള്ളിലും കിടപ്പുണ്ട്. അതേ ആഗ്രഹം BJP കൂടെ ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും ശശി തരൂരായിരിക്കും 26-ലെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്. അല്ലെങ്കിൽ നമുക്ക് 31-ൽ ശശി തരൂരിനെ പേര് താമര ചിഹ്നത്തിൽ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് നമുക്ക് കാണാം. കുറിച്ചു വെച്ചോളൂ.